അസ്സലാമലൈക്കും ഗൈസ്. ഇന്നൊരു അത്യാവശ്യ കാര്യത്തിൽ ഞങ്ങൾ താമരശ്ശേരിക്ക് പോവാ. ഓന്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ പോണത്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ ചെലവ് മൊത്തം ഇഷാമിന്റെ കേട്ടോ. ഇങ്ങനത്തെ അവസരത്തിലൊക്കെ അവൻ ചെലവേരുള്ളൂ. നമുക്ക് പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ മതി. ഏകദേശം ഞങ്ങൾക്ക് ഒരു 60 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് ക്ലൈമറ്റ് അടിപൊളിയാണ്. ഈ വണ്ടി ഗവൺമെന്റ് എന്തിനു യൂസ് ചെയ്യണ അറിയോ? എനിക്ക് എന്തായാലും അറിയില്ല. ഇപ്പൊ നമ്മളങ്ങനെ മാടി വിളിച്ചു അടക്കൂല മോനെ. പിന്നെ ഞങ്ങളൊരു വെള്ളം കുടിച്ചാൽ കയറി. വിചാരിച്ചാലും പെട്ടെന്ന് എത്തി. ഈ മുതലുണ്ടായോണ്ട് തന്നെ ഓനാദ്യം വർക്ക് ചെയ്യുന്ന ഇവിടെ തന്നെ ഓനൊരു 6 മാസമെങ്കിലും ഇവിടെ നിന്നിട്ടുണ്ടാവും. ഓന്റെ മുതലാളി സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ മുങ്ങിയതായിരുന്നു. എന്തായാലും എങ്ങനെ ഉണ്ടല്ലോ ഇപ്പോഴും ആൾക്കാര്. പിന്നെ നമ്മൾ നേരെ പോയത് ഓനെ പഠിപ്പിച്ച മാഷിന്റെ അടുത്ത്. നമ്മളെ സെക്കൻഡ് എന്റെ ലിസ്റ്റ് ആട്ടോ ഞാൻ പറയാൻ പറഞ്ഞത്. പിന്നെ ഓലുണ്ടായ ടീമായി ഞാനാരായി. അപ്പളെ നമ്മളെ വണ്ടിക്ക് ഒരു പരിക്ക് പറ്റിയ കാണുന്നത്. ഞാനത് അപ്പൊ തന്നെ റെഡി ആക്കിട്ടോ. ഈ വണ്ടിക്ക് എന്തെങ്കിലും പറ്റി അപ്പൊ തന്നെ റെഡി ആക്കി. 200 ബോർഡ് ഉണ്ടപ്പോ നമ്മൾ നിർത്തി. അതിപ്പോ എത്ര ലോക്കലാണ് നോക്കുന്നില്ല. ആ ബോർഡിന്റെ ഒരു അട്രാക്ഷൻ എന്തപ്പോ ചെയ്യുക. ഇവിടുത്തെ ഡ്രസ് ഇട്ടപ്പോ ഇന്റെ കോലം തന്നെ. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അതാണ് നല്ലത് തോന്നി. പിന്നെ നമ്മളെ ഫ്രണ്ടിന്റെ നാട് ഇവിടെ കേട്ടോ. ഓളെ കാത്തിക്കാണ് ഞങ്ങൾ. അങ്ങനെ ഓളെത്തി നേരെ കൊണ്ടുപോയി മന്തിക്കടി. പാവം ഓളത്ത് പ്രതീക്ഷ ഉണ്ടാവും. ഓളെ നാട്ടിലേക്ക് നമ്മൾ വന്നിട്ട് ഓളെ എന്തെങ്കിലും ചിലവ് നമ്മളതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടി ഇങ്ങനെ നോക്കണം. ഈ കൊടുക്കാനൊന്നുമില്ല. അവിടെ ഇറങ്ങിയപ്പോ ഓള് ബസ് കയറി പോയി. ഞാൻ ഇമ്മ കുറച്ച് ഞണ്ടു വാങ്ങിയാലോ വിചാരിച്ചു. പിന്നെ പണി എനിക്ക് തന്നെ കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് വലിയ ചിലവ് വന്നിട്ടില്ല. ഷാമ ഹാപ്പിയാണ്. ശരി, അസ്സലാമു അലൈക്കും, ബൈ.